ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയിൽ എല്ലാ കൊല്ലവും നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏജ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് പല കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എങ്ങനെ ഈ ഒരു ഏജ് പ്രോബ്ലംസ് എത്രയും പെട്ടെന്ന് ചെയ്യാം, എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം? നിങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്കും ഇതേ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്തേ, പെട്ടെന്ന് ലൈക്ക് ചെയ്യേ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസും ആണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടാൽ ഉടനെ തന്നെ എന്ത് ചെയ്തോളാം, നിങ്ങളെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ക്ലാസ് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്ത് കേട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ തുടങ്ങാം. ഏതാ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. ചോദ്യം കേൾക്ക്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. ഇവിടെ 2 പേരാണുള്ളത്. ആരൊക്കെയാടാ? അപ്പു ഉണ്ട്, അപ്പുവിന്റെ അമ്മയുണ്ട് അല്ലേ. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങാവും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? The age of Appu's mother is 9 times that of Appu. 9 years. After 9 years, it would be 3 times. What are their ages now? ഇപ്പോഴത്തെ ഇവരുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയത് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാന്നുള്ളത് നോക്കാല്ലേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യത്തിലുള്ള സാധനം വെച്ചിട്ട് ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാല്ലേ. ഇവിടെ 2 പേരാണുള്ളത്. നമ്മുടെ അപ്പു ഉണ്ട്, അപ്പുവിന്റെ അമ്മയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ അമ്മയും അതുപോലെ അപ്പു ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും വയസ്സ് കുറവായിരിക്കും ഉണ്ടാവുക, അപ്പുവിനായിരിക്കും അല്ലേ. അപ്പൊ അപ്പുവിന്റെ ഏജ് അല്ലേ. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നുണ്ട് അപ്പുവിന്റെ ഏജ്. അപ്പുവിന്റെ വയസ്സ് മലയാളം മീഡിയം കരുതി കേട്ടോ. അപ്പുവിന്റെ വയസ്സ് നമുക്ക് അറിയോ? ഇല്ലല്ലോ. അറിയാത്തൊരു സംഖ്യനെ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? നമുക്ക് എക്സിന് ഉപയോഗിക്കാം. നമുക്ക് എക്സ് വിളിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പുവിന്റെ ഏജ് എക്സ് ആണെങ്കിൽ നിങ്ങൾ പറയണേ. ചോദ്യത്തിൽ ഒരു സാധനം പ്രത്യേകം പറയുന്നുണ്ട്. എന്താ നോക്ക്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെതിനേക്കാൾ 9 മടങ്ങാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ഞാൻ എന്തെടുത്തത്? എക്സ് എടുത്തത്. അപ്പൊ അമ്മയ്ക്ക് എത്രയുണ്ടാവുക? 9 മടങ്ങ്, 9 ടൈംസ് എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9x ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അമ്മയുടെ ഏജ്, അമ്മയുടെ നിലവിലത്തെ ഏജ് എത്രയായിരിക്കും? ആ എക്സിന്റെ ബാക്കിൽ 9 ഇടാം. 9 മടങ്ങ് ആയതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സിന്റെ ബാക്കിൽ 9 ഇടാം. 9 ടൈംസ് ആയതുകൊണ്ട് 9x. ഓക്കെ, റെഡി ആണല്ലോ. നോക്ക്. ആഫ്റ്റർ 9 ഇയേഴ്സ്, 9 വർഷം കഴിഞ്ഞപ്പോൾ. എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. 9 വർഷം കഴിഞ്ഞിട്ടുള്ള ഇതുകൂടെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. 9 ഇയേഴ്സ് ആഫ്റ്റർ 9 ഇയേഴ്സ്, അതായത് 9 വർഷം കഴിയുമ്പോൾ അല്ലേ. 9 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിപ്പോഴുള്ള വയസ്സിൻ്റെക്കാൾ 9 വയസ്സ് കൂടുതലായിരിക്കില്ലേ 9 വർഷം കഴിയുമ്പോൾ? അങ്ങനെയാണെങ്കിൽ 9 വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ അപ്പൂന് എത്രയായിരിക്കും വയസ്സുണ്ടാവുക? അപ്പൂനിപ്പോൾ നിലവിൽ എക്സ് വയസ്സാണെങ്കിൽ 9 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിനോട് 9 കൂട്ടിയാൽ പോരെ. അപ്പോൾ അപ്പൂസിൻ്റെ അല്ലേ, അപ്പൂവിൻ്റെ അപ്പൂസ് ഏജ് നമുക്ക് എന്ത് കൊടുക്കാം? ആ എക്സായ നമ്പറിൻ്റെ കൂടെ ഒരു 9 കൂട്ടണം. കാരണം 9 വർഷം കഴിഞ്ഞു. അപ്പോൾ 9 വയസ്സ് കൂടും. അതാണ് +9. അതേപോലെ തന്നെ നമ്മുടെ അമ്മയുടെ വയസ്സ് എന്തും അതുപോലെ തന്നെ എന്ത് ചെയ്യും? ആ 9x ആണ് ഇപ്പം നിലവിൽ അമ്മയുടെ വയസ്സ് അല്ലേ. അമ്മയുടെ ഏജ് 9x അല്ലേ. അതിനോട് എന്ത് ചെയ്യും? ഒരു 9 കൂടേണ്ടി വരും. അപ്പൊ അമ്മ അല്ലെ, അമ്മയുടെ വയസ്സ് അല്ലെ, മദേഴ്സ് ഏജ് എന്ത് വരും? 9 കൂടെ 9x കൂടെ ഒരു 9 കൂടെ. നേരത്തെ നിലവിൽ 9x അല്ലേ നിലവിലുള്ള വയസ്സ്. അതിനോട് 9 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? 9 വയസ്സ് കൂടും. അത്രേ ഉള്ളൂ. പക്ഷെ ചോദ്യത്തിൽ ഈ ഡാറ്റ പ്രകാരം ഒരു സാധനം കൂടെ തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അതാ ഒരുപാട് പേർക്ക് സംശയം വരുന്നത്. നമുക്ക് 9 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 9 ഇയേഴ്സ് അല്ലേ. ആ വയസ്സുകൾ ഇവിടെ ഉണ്ട്. ഇത് രണ്ടാണ് 9 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ്. ആഫ്റ്റർ 9 ഇയേഴ്സ് ഇത് 3 മടങ്ങാവും എന്ന് പറയുന്നത്. അതായത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാവും. എന്താ പറയുന്നത്? ഇറ്റ് വുഡ് ബി 3 ടൈംസ് അല്ലേ. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിട്ട് മാറും. ആർക്ക്? നമ്മുടെ അമ്മയ്ക്ക്. അപ്പം എങ്ങനെയാണ് 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 കൊടുക്കുക എന്നാണ് അർത്ഥം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 3 നമ്മൾ എവിടെ കൊടുക്കും? അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. അതായത് ആഫ്റ്റർ 9 ഇയേഴ്സ് ഇതല്ലേ നമ്മുടെ 9 വർഷം കഴിഞ്ഞാലുള്ള വയസ്സ്. 9 വർഷം കഴിഞ്ഞാലുള്ള വയസ്സ്. ഇതെന്താ പറയുന്നത്? ഇത് 3 മടങ്ങായിട്ട് മാറും. ആരുടെ? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിട്ട് നമ്മുടെ അമ്മയ്ക്കാവും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് 3 കൊടുക്കാം. ഇതാണ് നമ്മുടെ 9 വർഷം കഴിയുമ്പോൾ ഉള്ള നമ്മുടെ അപ്പുവിൻ്റെ വയസ്സ് പറഞ്ഞാൽ അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താവും?
3 മടങ്ങായിട്ട് മാറും അപ്പുവിൻ്റെതിനേക്കാളും. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടിരുന്ന ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് 3 മടങ്ങായിട്ട് മാറും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അപ്പുവിൻ്റെ ഏജിൻ്റെ എന്താവും 3 ടൈംസ് ആയിട്ട് മാറും. ആർക്ക്? നമ്മുടെ അമ്മയ്ക്ക്. അപ്പോൾ ഇതാണ് സാധനം. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇതാണ് ഈസ് ഈക്വൽ ടു അല്ലേ, അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചോ. അപ്പോൾ എങ്ങനെ എഴുതുക? 3 × x + 9 = 9x + 9. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ഡാറ്റ. ഈ ഡാറ്റ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ പോവാണ്. ഞാനിതിനെ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത പേജിലേക്ക് കോപ്പി ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ, പേസ്റ്റ്. കണ്ടോ, ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 3നെ എക്സ് കൊണ്ട് ഗുണിക്കാം. അപ്പം എത്ര വരും? 3x. 3 × x അല്ലേ? 3x. അതുപോലെ അടുത്ത് 3 × 9. 3 9 എത്രയാടാ? 27 ആണ്. 27. അപ്പുറത്തുള്ളത് അതേപോലെ എഴുതാം. 9x + 9 അല്ലേ അപ്പുറത്തുള്ളത്? ഇത് ഇതേപോലെ എഴുതാം. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? എക്സിൻ്റെ വില കിട്ടണമെങ്കിൽ എക്സിനൊക്കെ എന്ത് ചെയ്തോളാം? ഒരു വശത്തേക്ക് ഒറ്റയ്ക്ക് നിർത്തിക്കോളാം, ബാക്കിയുള്ള നമ്പറൊക്കെ മറ്റേ വശത്തേക്ക് നിർത്തിക്കോളാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? എക്സുകൾ ഏറ്റവും കൂടുതൽ എവിടെയുള്ള നോക്ക്. ഇവിടെ 9x ഉണ്ട്, ഇവിടെ 3x അല്ലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ് ഉള്ള കൊടുത്തതാ. ഈ 3x ഇങ്ങോട്ട് പറഞ്ഞേക്കാം. അപ്പോൾ എക്സ് ഇല്ലാത്ത 9 എന്ന് പറഞ്ഞ നമ്പർ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ ചിഹ്നങ്ങൾ മാറും, സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്ക്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ 3x പോയി അവിടെ എത്തി. റെഡിയാണോ? അതുപോലെ തന്നെ ഈ +9 നമ്പർ അല്ലേ, എക്സ് ഇല്ലാത്ത നമ്പറിനൊക്കെ ഒരു വശത്തേക്ക്, ഒരു സമത്തിൻ്റെ അപ്പുറത്തേക്കും, നമ്പർ ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? ഒരു മറ്റേ വശത്തേക്കും. അപ്പോൾ ഇവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, 27 ഓൾറെഡി അവിടെ ഉണ്ട്. കണ്ടോ, ഈ 27 ഓൾറെഡി അവിടെ ഉണ്ട്. +9 ഇങ്ങോട്ട് പോകുമ്പോൾ -9 ആവും കേട്ടോ. അപ്പോൾ -9 = ഇവിടെ ഓൾറെഡി ആരുണ്ട്? 9x ഉണ്ട്. അതിൻ്റെ കൂടെ ആരാ വന്നത്? +3x. ഇങ്ങോട്ട് പോയപ്പോൾ -3x ആകും. അപ്പം -3x. 27 9 കുറച്ച് എത്രടാ? 18 = അതുപോലെ തന്നെ 9x 3x പോയാൽ 6x. എത്രയാണ്? 6x. റെഡിയാണോ? ഇനി എക്സിനെ കാണാൻ സിമ്പിളാ. × 6 താഴേക്ക് പോകും. അപ്പോൾ താഴെ വന്ന് കിടക്കും 18. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സിൻ്റെ വില കിട്ടും 18/6. ഏതാ? 18ൻ്റെ താഴത്ത് ആര് വരും? ഈ ബൈ ആയിട്ട് മാറും. ഇവിടെ ഇൻറ്റും കൊണ്ട് പോകുമ്പോൾ ബൈ ആവും കേട്ടോ. അപ്പം 18/6 എത്രടാ? 3. നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ. എക്സിൻ്റെ വിലയാണ് കിട്ടിയത്. എക്സിൻ്റെ വില 3. നമ്മൾ എന്തായിട്ടായിരുന്നു എക്സ് എടുത്തേ? അവിടെ നോക്ക്, നമ്മുടെ അപ്പുവിൻ്റെ വയസ്സാണ് 3 വയസ്സ്. നമ്മുടെ അമ്മയ്ക്ക് എന്തായിരിക്കും ഉണ്ടാവുക? 9നോട് 3 ഗുണിക്കേണ്ടി വരും. നമ്മുടെ അമ്മ അല്ലേ, ആദ്യം അപ്പുവിൻ്റെ ഏജ് നമുക്ക് കിട്ടി x വയസ്സായിരുന്നു, 3 കൊടുത്തു. അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 9x ആണ്. അപ്പോൾ 9നോട് x ഗുണിച്ചാൽ മതി. അപ്പോൾ 9 × xൻ്റെ വില 3 അല്ലേ? അപ്പോൾ 9 × 3 27. ഇതാണ് ഇവരുടെ നിലവിലത്തെ വയസ്സുകൾ. ഓക്കെ, അപ്പോൾ മനസ്സിലായെങ്കിൽ, സെറ്റായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വേഗം അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ലൈക്ക് കൂടെ അടിച്ചേക്ക്. നമുക്ക് ഇതുപോലൊരു ഏജ് പ്രോബ്ലം കൂടെ നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഏജ് പ്രോബ്ലം കൂടെ ചെയ്താലോ? എന്നാൽ വേഗം ചെയ്യാം. യെസ്, ഇതുപോലൊരു ചോദ്യമായിരുന്നു ഒരു കൊല്ലം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണത് ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ജീനാസ് ഏജ് ഈസ് 5 ടൈംസ് ദാറ്റ് ഓഫ് ഹെർ സൺസ് ഏജ്. അതായത് ജീനയുടെ മകനും ഉണ്ട്. ജീനയാണ് അമ്മ അല്ലേ, മകനുണ്ട്. ജീനയുടെ വയസ്സെന്ന് പറഞ്ഞാൽ മോൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ്. ഓക്കെ, ആഫ്റ്റർ 2 years ദ സം ഓഫ് ദെയർ ഏജസ് ബി 40. ഇത് വേറെ അനദർ ടൈപ്പ് ഓഫ് ഏജിൻ്റെ പ്രോബ്ലം ആണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. ഫസ്റ്റ് എന്താ പറയണേ? മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിലവിൽ ഒന്ന് ആലോചിച്ച്. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെയാണ് അത് പൂരിപ്പിക്കുക? ഇപ്പം നിലവിൽ നമ്മുടെ മകന് എത്ര വയസ്സുള്ളത്? എക്സ് വയസ്സാണ് അല്ലേ? എക്സ് വയസ്സാണ്. നമ്മളെ മകനാണ് നമ്മൾ ഏറ്റവും ചെറിയ വയസ്സുള്ളത് കൊണ്ട് നമ്മൾ എക്സ് എടുത്തു എന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് എത്രയുണ്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട്? 5 ടൈംസ്. മകൻ്റെതിൻ്റെ 5 ടൈംസ്. അതായത് മകൻ്റെ വയസ്സിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോളം നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? 5x എന്ന് ഫില്ല് ചെയ്യാം. റെഡിയാണോ? അപ്പോൾ ഈ കോളം 5x എന്ന് ഫിൽ ചെയ്യാം. റെഡിയാണല്ലോ? അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കോളം കൂടെ ഉണ്ട്. ആഫ്റ്റർ 2 years, 2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മകന് എക്സിനോട് 2 കൂട്ടും. 2 വയസ്സ് കൂടിപ്പോവും
അല്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വയസ്സ് കൂടാണ്ടക്കൂലല്ലോ. ഇതാ എക്സിനോട് 2 വയസ്സ് കൂടി. അതുപോലെ തന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യും? അമ്മയ്ക്ക് നിലവിൽ 5x വയസ്സാണ് ഉള്ളത് അല്ലേ? 5x ആണുള്ളതെങ്കിൽ അതിനോട് 2 വയസ്സ് കൂടും. അപ്പം 5xനോട് 2 കൂടി എത്രടാ? 5x + 2. 5x + 2 ഞാൻ രണ്ടും കൂടെ പൂരിപ്പിച്ചതാട്ടോ. റെഡിയാണോ? ഇനി ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്താ നോക്ക്, ആഫ്റ്റർ 2 years. ഇതാണ് ആഫ്റ്റർ 2 yearsന്റെ കോളം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഓഫ് ദെയർ ഏജസ് വിൽ ബി, ഇവിടെ പ്രത്യേക ഒരു സാധനം നിങ്ങൾ പഠിച്ചു നോക്കണേ. ആഫ്റ്റർ 2 years ദ സം ഓഫ് ദെയർ ഏജസ് ബി 40. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ സൺ ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ജീന? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചോ. ആഫ്റ്റർ 2 years ഇവരുടെ സമ്മ്, ഏജുകളുടെ തുക നോക്ക്, 2 വർഷം കഴിഞ്ഞാൽ ഇവരുടെ 2 പേരുടെയും വയസ്സുകളുടെ തുക 40 ആകും. 2 കൊല്ലം കഴിയുമ്പോഴുള്ള വയസ്സുകളുടെ ഈ ടേബിൾ, ഇതല്ലേ വയസ്സുകൾ 2 കൊല്ലം കഴിയുമ്പോഴുള്ളത്? ആ 2 കൊല്ലം കഴിയുന്ന സമയത്ത് ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ 40 ആവുന്ന പറയുന്നത്. സമ്മ് എന്ന് പറഞ്ഞ കൂട്ടുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. 2 കൊല്ലം കഴിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് നോക്കാല്ലേ. 2 കൊല്ലം കഴിഞ്ഞ സമയത്ത് നമ്മുടെ മകൻ്റെ വയസ്സ് എത്രയുണ്ടായിരുന്നു നോക്ക്. ഇതാണ് നമ്മുടെ മകൻ്റെ വയസ്സ്. 2 കൊല്ലം കഴിയുന്നതിന് മുമ്പുള്ള നമ്മുടെ മകൻ്റെ വയസ്സ് ഞാൻ ഇവിടെ ഒന്ന് ഇതാണ് 2 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ. അതായത് x + 2 പ്ലസ് ഇതും 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ജീനയ്ക്ക് എത്ര വയസ്സ്? 5x + 2. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാവുമെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. സമ്മ് എന്ന് പറഞ്ഞാൽ തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക. ഓക്കെ, ആ കൂട്ടലാണ് ഇവിടെ നമ്മൾ ചെയ്തത്. റെഡിയാണോ? ഇത് 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ മകൻ്റെ വയസ്സ് x + 2. ഇത് 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ വയസ്സ് 5x + 2. അത് തമ്മിൽ തുക സമ്മ് 40 ആണ്. സെറ്റാണോ? ഇനി നോക്കിക്ക് എത്ര എക്സുകളുണ്ട് നോക്കി. 1x 5x, 1x 5xും കൂടെ കൂട്ടിയ 6x. അതുപോലെ നോക്ക് 2 2 4 + 4 = 40. അപ്പുറത്ത് 40. ഇനി എക്സിനെ ഒരു വശത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കട്ടോ. അതാ പരിപാടി. +4 = അപ്പുറത്തോട്ട് പോകുമ്പോൾ -4 ആകും കേട്ടോ. അപ്പോൾ 6x = 40 - 4. അപ്പോൾ 6x = 36. 36. 44 കുറച്ച് 36 അല്ലേ? സെറ്റ്. അപ്പോൾ ഇനി എക്സിനെ ഒറ്റയ്ക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ *6നെ ദാ ഇവിടേക്ക് പറഞ്ഞേച്ചു. അപ്പോൾ /6 ആകും. അപ്പോൾ എങ്ങനെ വരിക? നോക്ക്. x = 36 / 6. ദാറ്റ് ഈസ് x = എക്സിൻ്റെ വില ദാ ഇവിടെ സ്പെസിഫൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 36 6 എത്ര തവണ ഉണ്ട്? 6 എണ്ണം. നമ്മുടെ അത്ര ഒരേ പൊളി സെറ്റ് 6. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു നോക്ക്. പട്ടിക നോക്കി പൂർത്തിയാക്കിയിട്ടുണ്ട്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്, മകന് x അല്ലേ നമ്മളിപ്പോൾ എടുത്തത്. അപ്പം നമുക്ക് അടുത്ത പേജിൽ എഴുതാം. മകൻ്റെ ഇപ്പോഴത്തെ, മകൻ അല്ലേ, പ്രസൻറ്റ് ഏജ് ഓഫ് സൺ, മകൻ്റെ ഇപ്പോഴത്തെ ഏജ്, പ്രസൻറ്റ് ഏജ് ഓഫ് സൺ. അത് നമ്മൾ എക്സ് എടുത്തത്. അത് എത്ര വയസ്സാണെന്ന് ഇപ്പോൾ അത് കിട്ടിയിട്ടുള്ളൂ. എത്രയടാ? 6 വയസ്സ്. 6 വയസ്സ്. മകൻ 6 വയസ്സാണെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജീനയുടെ ഇപ്പോഴത്തെ വയസ്സ്. 5 മടങ്ങാണ് നമ്മുടെ ജീനയ്ക്ക് അല്ലേ? 5 മടങ്ങാണ് ജീനയ്ക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, 5x. അപ്പോൾ അമ്മ, അതായത് ജീനയുടെ ഇപ്പോഴത്തെ ഏജ്, ജീനയുടെ ഇപ്പോഴത്തെ ഏജ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5നോട് x ആയിട്ട് ഗുണിച്ചാൽ മതി. അപ്പം 5 × 6 5 6 30. ഒരേ പൊളി സെറ്റ്. ആൻസർ ജീനയ്ക്ക് 30 വയസ്സും നമ്മുടെ മകന് 6 വയസ്സുമാണ്. റെഡിയാണോ? ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ ആ ഹോംവർക്കിനോട് കൂടെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID-യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, ഉറപ്പായിട്ടും പറയണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കമൻറ്റ് സെക്ഷനിലും അറിയിക്കുക, ഞാൻ അതും വായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളാം, ഈ ഒരു ഇൻസ്റ്റഗ്രാം ID-യിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കും. നിങ്ങളുടെ ഡൗട്ട്സും ചോദിക്കുക, ഫീഡ്ബാക്കുകളും ചോദിക്കുക. ഫീഡ്ബാക്കുകളും പറയാം. ഉറപ്പായിട്ടും പറയണം, പറയാണ്ട് നിൽക്കരുത്. നിങ്ങൾ അടുത്ത വീഡിയോസ് ഇനിയും ഇടണമെങ്കിൽ ഞങ്ങളുടെ ഫീഡ്ബാക്കുകൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അത് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇതിലും അയക്കാം, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും അയക്കാൻ മറക്കരുത്. പിന്നെ മാത്രമല്ല ഡൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്കുകൾ ഇതിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ,
നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി കേട്ടോ. ജീനയുടെ വയസ്സ് നോക്ക്. ജീനയുടെ അമ്മയല്ല, നമ്മുടെ മകന് X വയസ്സാണ്. നമ്മുടെ ജീനയ്ക്ക് ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് ആയിട്ട് റിലേറ്റഡ് അല്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണേ. ജീനയ്ക്ക് മകനേക്കാൾ 10 ടൈംസ് വയസ്സുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ജീനയുടെ വയസ്സ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഒന്നുകൂടെ വായിക്കാൻ പറയാം. മകൻ്റെ വയസ്സ് X ആണ്, ഇതിനേക്കാൾ 10 മടങ്ങാണ് നമ്മുടെ ജീനയുടെ വയസ്സ് ആയിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ ജീനയുടെ വയസ്സ്, എങ്ങനെ ഉണ്ടാവുക, എങ്ങനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ഞാൻ തൽക്കാലം നമ്മളിപ്പോഴത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോൾ ഇറ്റ്സ് മീ വിജിആർ സൈനിങ് ഓഫ്.